ചൂട് കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ AC ഉണ്ടെങ്കിൽ AC, ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ, പൂർണ്ണ സമയത്തും അത് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെയുള്ള ഒരു ആശ്വാസം. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ഭേദിച്ച് വൈദ്യുതി ഉപയോഗം കുതിക്കുകയാണ്. KSEBിക്ക് അതിനിടെ തിരിച്ചടിയായി 200 മെഗാവാട്ട് വൈദ്യുതി കൂടി കുറയുകയും ചെയ്തു. നാളെയാണ് 200 മെഗാവാട്ട് വൈദ്യുതിയുടെ ഒരു കരാർ കൂടി അവസാനിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ്. മൊത്ത വൈദ്യുതി ഉപയോഗം 117.11 ദശലക്ഷം യൂണിറ്റ് ആയിട്ടാണ് കൂടിയിരിക്കുന്നത്. പീക്ക് ഡിമാൻഡ് വൈകുന്നേരത്തെ തിരക്കേറിയ സമയത്ത് വൈദ്യുതി ഉപയോഗം ആവശ്യകത 6033 മെഗാവാട്ട് സർവകാല റെക്കോർഡിലെത്തി. ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡോ ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാനുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ് KSEB. റഹീസ് റഷീദ് നമ്മളോടൊപ്പമുണ്ട്. റഹീസ്, ഈ കമ്മി വരുന്ന, അതായത് നാളെ കരാർ അവസാനിക്കുമ്പോൾ ഇല്ലാതാകുന്ന വൈദ്യുതിക്ക് എന്തെങ്കിലും പകരം സാധ്യത സർക്കാരിന് മുന്നിലുണ്ടോ? മധു, സർക്കാരിന്റെ മുമ്പിൽ പല വഴികളുണ്ട് എന്നാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത്. പക്ഷെ പെട്ടെന്നൊരു ശരിയായ ഒരു വഴിയിലേക്ക് പോവുക സർക്കാരിനെ സംബന്ധിച്ച് 22-ാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൂട് കൂടുന്നതിനൊപ്പം വൈദ്യുതി ഉപഭോഗം സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡിൽ എത്തിയിരിക്കുന്നു എന്നതാണ്. പ്രതിദിന ഉപയോഗം 117.15 ദശലക്ഷം യൂണിറ്റ് ആണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അത് സർവകാല റെക്കോർഡാണ്. പീക്ക് ടൈം ഡിമാൻഡ് എന്ന് പറയുന്നത് 6033 മെഗാവാട്ടാണ്. അതും സർവകാല റെക്കോർഡാണ്. 6033 എന്നത് 6300 വരികയാണെങ്കിൽ സർക്കാർ ഏത് തരത്തിൽ പരിശ്രമിച്ചാലും അരമണിക്കൂറെങ്കിലും ലോഡ് ഷെഡിങ്ങിലേക്ക് പോകേണ്ടി വരും എന്നാണ് KSEB അധികൃതർ പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രശ്നമാണ് 16-ാം തീയതി മുതൽ ഈ പവർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ വൈദ്യുതി കൊടുക്കും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ചു വാങ്ങുന്നതാണ് രീതി. അത് ഹ്രസ്വകാല കരാറാണ്, ചെറിയ കാലയളവിൽ മാത്രമുള്ള കരാറാണ്. ആ കരാറ് ഒരു സംസ്ഥാനവുമായിട്ടുള്ളത് കഴിഞ്ഞ 16-ന് കഴിഞ്ഞു. അത് 200 മെഗാവാട്ടാണ്. മറ്റൊന്ന് നാളെ കഴിയും, അതും 200 മെഗാവാട്ടാണ്. 26-ാം തീയതി മറ്റൊരു കരാറും കൂടെ കഴിയും. അതായത് ചുരുക്കത്തിൽ കേരളത്തിന് വൈദ്യുതി ഏറ്റവും ആവശ്യമുള്ള സമയത്ത് 600 മെഗാവാട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന കരാറിന്റെ കാലാവധി കൂടി കഴിയുകയാണ്. ആ കരാർ ദീർഘകാലത്തേക്ക് മാറ്റാനുള്ള ശ്രമമാണ് KSEB നടത്തുന്നത്. അത് 22-ാം തീയതി ഒരു യോഗമുണ്ട്. ആ യോഗത്തിലായിരിക്കും തീരുമാനമുണ്ടാവുക. നിലവിലെ അവസ്ഥയിൽ വേനൽ മഴ വന്നില്ലെങ്കിൽ ഇപ്പോൾ അനൗദ്യോഗികമായി പല സ്ഥലത്തും പവർ കട്ടുണ്ട്. അത് ഔദ്യോഗികമായി മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ശരി, ഒരു കുറച്ച് രൂക്ഷമായ സാഹചര്യമാണുള്ളത്. പവർ കട്ട് ഉണ്ടാകില്ല എന്നാണ് വൈദ്യുതി മന്ത്രി പറയുകയും ചെയ്യുന്നത്. പക്ഷേ